നഗരസഭയിൽ ചെയർപേഴ്സണായി മായ രാഹുലിനെ തെരഞ്ഞെടുത്തു. LDFും കോൺഗ്രസ് വിമതരും മായ രാഹുലിന് വോട്ട് ചെയ്തു. ആകെ 26 കൌൺസിലർമാർ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായി. ഇതിൽ മായയ്ക്ക് 16 വോട്ട് ലഭിച്ചു. UDF സ്ഥാനാർത്ഥി റിയ ചീരാംകുഴിക്ക് 10 വോട്ട് ലഭിച്ചു. പാലാ മുനിസിപ്പൽ കൌൺസിലിൽ 2ാം ടൈമിലും വിജയിച്ച മായ രാഹുൽ 19ാം വാർഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. LDF കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെയാണ് മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പുറത്തായത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന രീതിയിൽ ദിയ ബിനു പുളിക്കക്കണ്ടം പേരെടുത്തിരുന്നു. എന്നാൽ വെറും 6 മാസത്തെ ഭരണത്തിന് ശേഷം LDF അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് ദിയ പുറത്തായ സാഹചര്യത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പാലാ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട മായ രാഹുൽ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടക്കം തന്നെയാണ്. പാലയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉന്നതിയോടുകൂടിയും നല്ല രീതിയിലും പാലയുടെ പഴയ പ്രൗഢി ഒന്നുകൂടെ പുനർജീവിച്ച് എടുക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം ഒരുപോലെ ചിന്തിക്കുന്ന കൗൺസിലർമാരുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. ലിസിക്കുട്ടി മാത്യുയുടെ കാര്യം അവരോട് തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. പക്ഷേ മാനസികമായിട്ടും ചേച്ചി എന്നും ഞങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്.